അനുഗ്രഹീത ശഅബാനിന്റെ രാത്രിയിൽ പടവങ്കോട് മുസ്ലിം ജമാഅത്തിന്റെ പരിശുദ്ധമായ മുറ്റത്ത് ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിച്ചതുപോലെ നാളെ അള്ളാഹുവിൻ്റെ പരലോകത്ത് സ്വർഗത്തിൻ്റെ അഖിലുകാരിൽ സാധുക്കളായ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും സാമ്പത്തിക മാനസിക പിരിമുറുക്കങ്ങളും ഈ മജ്‌ലിസിന്റെ ഹക്ക് കൊണ്ട് അള്ളാഹു നമ്മിൽ നിന്ന് മാറ്റിത്തരികയും സ്വസ്ഥതയും സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നയിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ വർഷം എൻ്റെ മനസ്സിന് വളരെ സങ്കടം തോന്നിപ്പോയെങ്കിലും നിങ്ങളുടെ ബഹുമാന്യനായ ഉസ്താദ് അട്ടക്കുളങ്ങര പള്ളിയിൽ വന്ന് 2-3 ദിവസത്തേക്ക് എന്നെ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിച്ചു. അന്നെനിക്ക് വരാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഏറ്റവും അധികം ആദരിക്കുന്ന ഉസ്താദ് അവർകൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇവിടെ നിന്ന് പള്ളി വരികയും അങ്ങനെ പ്രസംഗത്തിന് ഡേറ്റ് കൊടുക്കാൻ കഴിയാതെ അദ്ദേഹത്തെ തിരിച്ചുവിടുകയും ചെയ്തപ്പോൾ മനസ്സിലൊരു സങ്കടം തോന്നി. എങ്കിലും അൽഹംദുലില്ലാ അന്ന് ഉസ്താദ് പറഞ്ഞത് ഇൻഷാ അല്ലാഹ് എങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഒരു അവസരം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം വരുമ്പോൾ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് നിരാശയോടുകൂടി ഇറങ്ങിയെങ്കിലും അൽഹംദുലില്ലാ അല്ലാഹു തആല ഇങ്ങനെ ഒരു ഒരുമിക്കലിന് നമുക്ക് ആയുസ്സ് തന്നു. ഇതൊരു ഗുണപാഠത്തിൻ്റെ വേദിയാക്കി, ഒരു പരിവർത്തനത്തിൻ്റെ രാത്രിയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വരുന്ന റമളാനിന് വേണ്ടി ഖൽബ് നന്നാക്കുന്ന ദിവസങ്ങളാക്കി അല്ലാഹു ഈ ദിവസങ്ങളെ മാറ്റി വെക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്ത് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം മഹദി ഫാത്തിമ മഹിളകൾക്ക് മാതൃക എന്ന നേരത്തെ തന്നെ ഞാൻ സംഘാടകരോട് പറഞ്ഞിരുന്ന വിഷയമാണ്. ലോകത്ത് നമുക്കിന്ന് പഠിക്കാൻ ധാരാളം ചരിത്രങ്ങളും ചരിത്ര പുസ്തകങ്ങളുമുണ്ട്. അതിനിടയിൽ എവിടെയോ നമ്മൾ മറന്നുപോകുന്നതാണ് ഇസ്ലാമിക ചരിത്രത്തിന്റെ മുൻഗാമികളുടെ കാൽപ്പാടുകൾ ഈ സമുദായത്തിന് സമർപ്പിച്ച പാഠങ്ങളെ പുറംകാലുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് ഭൗതിക താല്പര്യത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യ മക്കളുടെ ചരിത്രം മനസ്സിൻ്റെ അകത്ത് നിറച്ചുവെക്കാൻ മടിയില്ലാത്തവരായി ഞാനും നിങ്ങളും മതപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ പടവങ്കോടെന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിലകൊള്ളുന്ന പരിശുദ്ധമായ പള്ളിയുടെ മുറ്റത്ത് അൽഹംദുലില്ലാ ഇത്രയും ഒരു കൂട്ടം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും ഈ കൂട്ടത്തിന് മുന്നിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മുൻഗാമികൾ പഠിക്കാൻ താല്പര്യം കാണിച്ച, നമ്മുടെ മുൻഗാമികൾ മനസ്സിൻ്റെ അകത്തേക്ക് സ്ഥാനം കൊടുത്ത് സ്വീകരിച്ച ഇസ്ലാമിക ചരിത്രത്തിന്റെ കാൽപ്പാടുകളെ ഞാനും നിങ്ങളും പുറംകാലുകൊണ്ട് വലിച്ചെറിയാതെ സ്വീകരിക്കുന്നത് വരെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനോമുകുരത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈമാനിന്റെ മാധുര്യം നിലനിൽക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ പഠിച്ച് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ. മഹദി ഫാത്തിമ മഹിളകൾക്ക് മാതൃക എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഭാഗത്തിരിക്കുന്നവരെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം ലൈറ്റ് എൻ്റെ മുഖത്തടിക്കുന്നത് കൊണ്ട് അവിടെ ആരൊക്കെയാണ് ഇരിക്കുന്നത്, അവർ ചിരിക്കുന്നുണ്ടോ കരയുന്നുണ്ടോ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നെനിക്ക് പിന്നെ അറിയാൻ കഴിയുന്നില്ല. വീഡിയോയുടെ ലൈറ്റ് മുഖത്തടിക്കുന്നതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരെ കാണാം, ഈ ഭാഗത്തിരിക്കുന്നവരെ കാണാം. ഇവിടെ കുറച്ചുകൂടി വന്നിരുന്നാൽ അവരെയും കാണാമായിരുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ അവിടുന്ന് കുറച്ചുപേർക്ക് ഇവിടെ വന്നിരിക്കാം. പ്രയാസമുള്ളവർ എഴുന്നേൽക്കരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നുമോളെ നിക്കാഹിന് ശേഷം ഒരിക്കൽ മകളുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഒരു പതിവ് അള്ളാഹുവിന്റെ റസൂൽ തന്നെ തുടങ്ങി വെച്ച് കാണിച്ചു തന്നതാണ്. മോളെ കെട്ടിച്ചു വിട്ടാൽ പിന്നെ മോളെ വീട്ടിലേക്ക് എത്തി നോക്കാൻ പാടില്ല. പാപ്പ ഇടയ്ക്കിടയ്ക്ക് ചെന്നാൽ പിന്നെ മരുമകൻ എന്തെങ്കിലും ആവശ്യം ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പല ഉപ്പമാരും അങ്ങോട്ട് പോകാറില്ല, സഹോദരങ്ങളും പോകാറില്ല. എപ്പോഴും കയറി ചെന്നാൽ അളിയൻ ചിലപ്പോൾ വിസേര പൈസ വഹിക്കണമെങ്കിലോ എന്ന് പറഞ്ഞ് സഹോദരങ്ങളും അങ്ങനെ പോകാറില്ല. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹദി ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അൻഹയെ
നിക്കാഹ് ചെയ്യിപ്പിച്ചു വിട്ട വീട്ടിലേക്ക് മകളുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോ വീടിന്റെ നടയിൽ ഇരുന്നു കൊണ്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും അലി റളിയല്ലാഹു തആല അൻഹുവും എന്തോ ഒരു വിഷയത്തിൽ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. തർക്കം മൂത്തുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവും ഒരു അണുകിട പോലും വിട്ടുകൊടുക്കാതെ കടുംപിടുത്തക്കാരനായി നിലകൊള്ളുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അരികിലേക്ക് വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, ഈ വീട്ടിന്റെ അകത്ത് മകളുടെ സന്തോഷമുള്ള ജീവിതം കാണാനാണ് ഞാൻ കടന്നു വന്നത്. മനസ്സ് നിറയെ സങ്കടം കോരിയിട്ടുകൊണ്ട് എന്റെ പൊന്നുമോളെ കണ്ണ് നിറഞ്ഞു പോകാൻ ഉതകുന്ന രീതിയിൽ എത്ര സങ്കടമാണ് വന്നത്, അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ അടുത്തിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, യഖൂലു ഹാദാ അന അഹഖു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻകി യാ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പ്രിയപ്പെട്ടവനായ എന്റെ ഭർത്താവായ അങ്ങയുടെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എന്നോട് ഇന്ന് രാവിലെ പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയ്ക്ക് എന്നെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങയുടെ മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിനോടാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. ഞാൻ പറഞ്ഞു, അല്ല, അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും അധികം ഇഷ്ടം എന്നെയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, നിന്നെക്കാളും ഏറ്റവും അധികം ഇഷ്ടം എന്നെയാണ്. അങ്ങനെ നമ്മൾ തമ്മിൽ നടക്കുന്ന തർക്കമാണ്. അല്ലാഹുവിന്റെ ഹബീബേ, അവിടുത്തെ ഇഷ്ടം ഏറ്റവും കൂടുതൽ ആർക്കാണെന്ന് കൊടുത്തത് എന്ന് വ്യക്തമായി അവിടെ നിന്ന് പറയണം. എനിക്കല്ലേ നബിയെ എന്ന് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു. എനിക്കല്ലേ നബിയെ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു. ആരോടാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയും. രണ്ടുപേരെയും വിഷമിപ്പിക്കാൻ കഴിയില്ല. ഒരാളോട് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് പറഞ്ഞാൽ മറ്റേ ആളിന് സ്വാഭാവികമായി സങ്കടമുണ്ടാകും. കാരണം അല്ലാഹുവിന്റെ ഹബീബിന് അത്രത്തോളം സ്നേഹം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടാൻ കൊതിച്ചിരിക്കുന്നവരാണ്. ആ സമയം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ അരികിലേക്ക് വിളിക്കുകയാണ്. തോളത്തേക്ക് കൈയിട്ടുകൊണ്ട് പറയുന്നു, അലിയേ, നിനക്ക് സങ്കടം തോന്നണ്ട. നിനക്കെന്നല്ല, ലോകത്ത് ഈ ഹബീബിനെ സ്നേഹിക്കുന്ന ഒരാൾക്കും മനസ്സിന്റെ അകത്ത് സങ്കടം വരണ്ട. ലോകത്തിന്റെ ഏറ്റവും വലിയ സ്നേഹം പിടിച്ചു പറ്റാ എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരാളുടെയും മനസ്സിന്റെ അകത്ത് സങ്കടം വരണ്ട. ലോകത്തുള്ള സർവ്വ വിശ്വാസികളുടെ മുഖത്ത് തൂക്കയിട്ട് ഞാൻ പറയാ ധൈര്യം കാണിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എന്റെ പൊന്നുമോള് ഫാത്തിമ. ആർക്ക് വെറുപ്പ് തോന്നിയാലും, ആര് വെറുത്താലും, ആർക്ക് സങ്കടം തോന്നിയാലും എന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ ലോകത്ത് മറ്റൊരാളെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പരിശുദ്ധമായ ഭൂമുഖത്ത് 1000 നക്ഷത്രങ്ങൾ ഒന്നിച്ചുദിച്ചതുപോലെ സന്തോഷം വിടർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ അലി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുമ്പ് വന്നിട്ട് പറയുന്ന, നബിയേ, അങ്ങേക്ക് ഏറ്റവും അധികം ഇഷ്ടം ഫാത്തിമ റളിയല്ലാഹു അൻഹയോടാണെന്ന് എനിക്കറിയാം നബിയേ. പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഒന്ന് ഇളക്കുന്നതിന് വേണ്ടി വെറുതെ ഞാൻ പറഞ്ഞതാ. അള്ളാഹിന്റെ റസൂലിന് ഏറ്റവും അധികം ഇഷ്ടം മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോടാണെന്ന് അള്ളാഹുവിന്റെ ഹബീബെ ആർക്കാ അറിഞ്ഞുകൂടാത്തത്? പിന്നെ ഞാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി വെറുതെ ഒന്ന് ചാട്ടി പിടിച്ചതാ. സ്നേഹം അവിടത്തേക്ക് തന്നെയാണ്. ആ സമയം അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ, അലിയെ, എന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞ് നിനക്ക് സങ്കടമുണ്ടോ? അള്ളാഹുവിന്റെ ഹബീബെ, അങ്ങക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പൊന്നാര നബി തങ്ങൾ പറഞ്ഞു, അലിയെ, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഫാത്തിമയാണെങ്കിൽ ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് അലിയെ നിന്നെയാണ്. ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് അലിയെ നിന്നെയാണ്. കാരണം അള്ളാഹിന്റെ റസൂൽ ഏറ്റവും അധികം അലി റളിയല്ലാഹുവിനെ ബഹുമാനിച്ചതിന്റെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? സഹാബികളിൽ ഏറ്റവും അധികം അറിവുണ്ടായിരുന്നത് അലി റളിയല്ലാഹുവിനായി. നമ്മുടെ നാട്ടിൽ അറിവുള്ളവരെ നമ്മൾ ബഹുമാനിക്കും, അറിവുള്ളവരെ നമ്മൾ ആദരിക്കും, അറിവുള്ളവർക്ക് നമ്മൾ സ്ഥാനം കൊടുക്കും, അറിവുള്ളവരുടെ അറിവിനെ നമ്മൾ മാനിക്കണം. വേഷത്തിലും രൂപത്തിലുമല്ല നമ്മൾ അറിവിനെ മനസ്സിലാക്കും.
ചില ഉമ്മമാര് ഒരു ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ പിന്നെ നാട്ടിലിരുന്ന് പറയും, നീ കഅബ കണ്ടിട്ടുണ്ടാടി? കാണണം. ഓ എന്തോ, ഞാൻ പോയപ്പോ ആരും ഇല്ലായിരുന്നു ഹജറുൽ അസ്വദിന്റെ അടുത്ത്, മുക്കി നക്കി, ഓ എന്തോ ആയിരുന്നു അവിടെ ബഹളം എന്നൊക്കെ പറഞ്ഞ നാടിന് മൊത്തവും നല്ല സൂപ്പർ സ്റ്റാർ ഹജ്ജുമ്മയായിട്ട് ഇങ്ങനെ ഷൈൻ ചെയ്യും. ഒരു കാലണയുടെ ഉപയോഗം പോലും വല്ലാഹി ഉമ്മ ആ ഹജ്ജ് കൊണ്ട് നിനക്ക് ഉണ്ടാവാൻ പോകുന്നു. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ പരസ്യ പ്രഖ്യാപനം നടത്താനാണെങ്കിൽ അവരുടെ ഹൃദയത്തിൽ അറിവില്ലാത്തത് കൊണ്ട്, അറിവുള്ളവർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആലിമീങ്ങൾക്ക് അറിവ് കൂടുന്തോറും വിനയം അധികരിച്ചുകൊണ്ടിരിക്കും. വിനയം കാണിക്കും തോറും അള്ളാഹു അവരെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും. അമൻ തക്കബ്ബറ വല്ലാഹുല്ല, ആര് അഹങ്കരിക്കുന്നുവോ എന്തിന്റെ പേരിലാണെങ്കിലും അഹങ്കരിച്ചാൽ ആ സെക്കൻഡിൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തകർക്കുകയും. അലി റളിയല്ലാഹു അൻഹു അറിവുള്ള ആളായിരുന്നു. പണ്ടവൻ തന്നോട് ദീനിനുൾക്കൊണ്ട് നിന്തുള്ളോരാദരധീരരെ മക്കാമണൽ തട്ടിന്തിക്കൊക്കെ ഞെട്ടിച്ച ഹക്കാറിഞ്ഞലി ഹൈദർ ശൂരരെ പിണ്ട് അശ്ഹദ് എന്നുള്ള കലിമത്തെ കൊണ്ട് നടന്നവരെന്നും മാനിയത്തെ മണ്ടന്മാരായുള്ളോരറബീതൻ കൂട്ടത്തെ കണ്ടപ്പോ നബിയോടൊത്തവരും വേസനീത്തെ മങ്ങാത്തോരിമാൻ പൂമാനരെ ദീനിൽ മായാത്തോരു ബഹുമാനരെ. അലി റളിയല്ലാഹു തആല അൻഹു അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ഞാൻ അറിവിന്റെ പട്ടണമാണ്, ഞാൻ അറിവിന്റെ പ്രദേശമാണ്, പട്ടണമാണ്. അലിയും ബാബുഹാ, ആ അറിവാകുന്ന പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു കവാടമാണ്. അതിന്റെ അലിയാണ് നബി മുഹമ്മദ് മുസ്തഫ.